ഒരു മെസ്സേജ് നിങ്ങൾ വേറെ എവിടുന്നും കേട്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് this is a very special message my inner self whispered to me. അതിലെ സൂത്രനും ഷേറുവിനെയും പോലെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. നിങ്ങൾ എങ്ങനെയാണ് എന്ന് അത് വിശ്വസിക്കുന്നോ അതാണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ശ്രദ്ധിച്ച് കേൾക്കണം. ഹലോ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവില്ല, നിങ്ങൾ അതിനെപ്പറ്റി ഒട്ടും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കാം ആ ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കാത്ത സജഷൻസ് എങ്ങനെ നമ്മുടെ ലൈഫിൽ കണക്ട് ആയി, എങ്ങനെ അത് നമ്മുടെ ലൈഫിൽ വന്നു, ആര് പറഞ്ഞു കൊടുത്തു, ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, ഇൻക്ലൂഡിങ് ഈ വീടാണെന്നുണ്ടെങ്കിലും പപ്പു ആണെന്നുണ്ടെങ്കിലും എൻ്റെ ജോബ്, ഇൻഫോസിസ് ജോബ്, ബാംഗ്ലൂരിൽ വരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുണ്ട്. പക്ഷെ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, എനിക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഡെലിവർ ആയിട്ടുള്ളത്. എന്റെ മനസ്സിൽ വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെന്ത് മാജിക് ആണ് എന്നുള്ളത്. And finally, I got the right answer. Yes, let me explain this. ഈ ഒരു മെസ്സേജ് നിങ്ങൾ വേറെ എവിടുന്നും കേട്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് this is a very special message my inner self whispered to me. Yes, let me explain this. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിവിടെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 3 ആളുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആരൊക്കെയാണ്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ ഇന്നർ ചൈൽഡ്. ഇന്നർ ചൈൽഡിനെ നമുക്ക് കുറച്ചു നേരം ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഡീപ്പായിട്ട് പരിചയപ്പെടാം. കോൺഷ്യസ് മൈൻഡ് വളരെ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്, വളരെ ക്ലെവർ ആയിട്ടുള്ള കുട്ടിയാണ്, കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനൊക്കെ കഴിവുള്ള ഒരു കുട്ടിയാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല, അത്ര സ്മാർട്ടായിട്ട് ചിന്തിക്കാനുള്ള കഴിവൊന്നും സബ് കോൺഷ്യസ് മൈൻഡിനില്ല. അതിന്റെ ഫ്രണ്ട് എന്തൊക്കെ പറയുന്നോ അതിനനുസരിച്ചിട്ട് അത് പോവും, അത്രയേ ഉള്ളൂ. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ റിച്ച് ആയിട്ടുള്ള കുട്ടിയാണ്. അതിനെത്ര സ്വത്തുക്കളുണ്ട്, അതിനെത്ര ശക്തിയുണ്ട്, ഒന്നും സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാത്ത ഒരു പാവം കുട്ടിയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് ഷേറുവും സൂത്രനും, അല്ലെ? ബാലരമേലെ ഷേറുവും സൂത്രനും. അതിലെ സൂത്രനും ഷേറുവിനെയും പോലെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡ് ആരാണ്? സൂത്രനാണ്. എന്തുകൊണ്ടാണ് കോൺഷ്യസ് മൈൻഡ് സൂത്രനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഷേറുവിനെ പോലും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ളൊരു സാമർഥ്യം ആർക്കുണ്ട്? സൂത്രനുണ്ട്, അല്ലെ? അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് സൂത്രനാണ്, ഐഡിയാസ് കൊണ്ടുവരുന്നത് ആരാണ്? സൂത്രനാണ്. ഷേറു സൂത്രന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പോകുന്നത്, അല്ലെ? എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം. പക്ഷെ ഷേറു ഒരു കടുവയാണ്, അല്ലെ? സൂത്രനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് ഷേറു. പക്ഷെ അതിന്റെ കഴിവ് അറിയുന്നില്ല, അതിന്റെ ഒരു മാജിക്കൽ പവർ അറിയാതെയാണ് സൂത്രൻ പറയുന്നതൊക്കെ കേട്ട്, സൂത്രന്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അതങ്ങനെ ജീവിച്ചു പോകുന്നത്. ഷേറു ഒരിക്കലും ഷേറുവിന്റെ കഴിവ് തിരിച്ചറിഞ്ഞിട്ടേ ഇല്ല. സൂത്രൻ എന്താണ് ഷേറു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഷേറു, അല്ലെ? അതിന്റെ പവർ ഒന്നും മനസ്സിലാക്കാതെ. എക്സാക്ട്ലി നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സൂത്രനെ പോലെയാണ്, സബ് കോൺഷ്യസ് മൈൻഡ് ഷേറുവിനെ പോലെയാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനാണ് ചിന്തിക്കാനുള്ള കഴിവ്, ലോജിക്കലായിട്ട് കണക്ട് ചെയ്യാനുള്ള കഴിവ്, അഭിപ്രായങ്ങള്, തീരുമാനങ്ങള് ഒക്കെ കണക്ട് ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡ് ആണ്. കോൺഷ്യസ് മൈൻഡ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് സഞ്ചരിക്കുന്ന ഒരാൾ മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അനന്തമായിട്ടുള്ള പവറും അതിന്റെ പ്രത്യേകതകളൊന്നും അറിയാതെ അത് ഇങ്ങനെ സൂത്രന്റെ കൂടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്തൊക്കെ പറയുന്നോ, അത് ഇത് നീ അതാണെന്ന് പറയുന്ന സമയത്ത് ഓക്കെ ഞാൻ അതാണ് എന്ന് വിശ്വസിച്ച് പോകുന്ന ആളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ റിച്ച് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അതിനറിയില്ല അതിന് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് എന്നുള്ളത് അതിനറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കണം? കൂടെയുള്ള, നമ്മളെപ്പോഴും പറയും നമ്മുടെ ചങ്ങാതി നമ്മുടെ കണ്ണാടിയാണെന്നുള്ളത്, അല്ലെ? സോ ഈ കൂടെയുള്ള കോൺഷ്യസ് മൈൻഡ് വേണ്ട രീതിയിൽ സംസാരിച്ചാലേ ഇതിന് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല. കോൺഷ്യസ് മൈൻഡ് വേണ്ട സജഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ
ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേണ്ട സജഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ഡെലിവറി ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫീലിംഗ് കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ഫീലിംഗ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഫീൽ ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ തോട്ട്സ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങളൊക്കെ അത്ര നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയാണ് എന്റെ വീടിന്റെ അടുത്തൊരു പുഴ ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അരുവി ഉണ്ട്, അതിലെ വെള്ളം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ബ്ലൂ കളറാണ്, അതിന്റെ അടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അത് കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? കോൺഷ്യസ് മൈൻഡ് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് നമ്മുടെ കസിൻസ് ഒക്കെ കൂടുന്ന സമയത്ത് ഓരോ ഹൊറർ സ്റ്റോറീസ് ഒക്കെ പറയുമല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഒരു കസിൻ ആയിരിക്കാം പറയുന്നുണ്ടായിരിക്കാം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ, നമ്മൾ പോലും അറിയാതെ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അറിയാതെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, നമ്മളുടെ കൂടെ നടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യുന്നോ, എങ്ങനെ അത് ഗ്യാദർ ചെയ്യുന്നോ, എങ്ങനെ അത് കണക്ട് ചെയ്യുന്നോ, ഫീൽ ചെയ്യുന്നോ, അതാണ് നമ്മുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെലിവർ ആയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എവിടെയാണോ സംഭവിക്കുന്നത് ആ ഒരു ഏരിയ നോക്കി നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് റൈറ്റ് ആയിട്ടുള്ള സജഷൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു സ്റ്റോറി പോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സമയത്ത്, അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട്സിലൂടെ, ഫീലിങ്സിലൂടെ, വിശ്വാസങ്ങളിലൂടെ, ആക്ഷനിലൂടെ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു സ്റ്റോറി കേൾക്കാണ്, അത് വിചാരിക്കാണ്, ഓ ഇയാളുടെ ലൈഫ് ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒട്ടും കോൺഫിഡൻസ് അല്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെ ഒട്ടും കോൺഫിഡൻസ് അല്ലാത്തൊരു ടൈമില് നമ്മൾ എപ്പോഴും പറയും, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയണം. ഇന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്, ഐ എം വെരി കോൺഫിഡന്റ്, ഐ എം സോ ബ്യൂട്ടിഫുൾ, മൈ ഐസ് ആർ സോ ബ്യൂട്ടിഫുൾ, എന്റെ ചിരി കാണാൻ സൂപ്പറാണ്, എന്നെ കാണാൻ അടിപൊളിയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് കോൺഷ്യസ്ലി നിങ്ങളൊന്ന് കുറച്ച് ദിവസം നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ റിഫ്ലക്ഷൻ അങ്ങനെയാവും. അങ്ങനെയല്ലാതെ അതിന് സംഭവിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആക്ഷൻസ്, വിശ്വാസങ്ങളൊക്കെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അത് ഇമാജിൻ ചെയ്യാണ്, അതിന്റെ ഇമാജിനേഷൻ ആണ് അത്. നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എങ്ങനെ ഫീൽ ചെയ്തു, അതെങ്ങനെ കണക്ട് ചെയ്തു, അതെങ്ങനെ ക്യാപ്ചർ ചെയ്തു, ആ ഒരു സ്റ്റോറി അതിന് എത്രമാത്രം കണക്ട് ആയി, അത് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ എങ്ങനെയാണ് എന്ന് അത് വിശ്വസിക്കുന്നോ, അതാണ് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ഇല്ലായ്മ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാതിരിക്കുക. കാരണം നമുക്കറിയാം, ഇല്ലായ്മ ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് എല്ലാ പ്ലേസിലും, എല്ലാ ഏരിയാസിലും നമ്മൾ നല്ല കാര്യങ്ങൾ, ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, അതിന്റെ ഒരു പ്രോസ്പെരിറ്റി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെ? സോ നിങ്ങൾക്ക് എവിടെയാണ് ഒരു ലാക്ക് ആയിട്ട് തോന്നുന്നത്? നിങ്ങളുടെ മേലുള്ള കാര്യമായിരിക്കാം, ലവ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, ഉള്ളതിൽ സന്തോഷമായിട്ട് കണക്ട് ചെയ്യുക. അത് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അത് ഉണ്ട്, എന്റെ ലൈഫിൽ ഉണ്ട്, ഞാൻ റിച്ച് ആണ്, എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കാനുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം എനിക്കുണ്ട്, ഞാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. അത് നിങ്ങൾക്ക് വളരെ ഫീലിംഗോട് കൂടി എക്സ്പ്ലെയിൻ കൂടെ ചെയ്തു കൊടുക്കാൻ പറ്റുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കേട്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഡെലിവർ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഇന്നർ ചൈൽഡ് ഉണ്ട് അല്ലെ? ഇവിടെയാണ് ഇന്നർ ചൈൽഡിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാവൽക്കാരനാണ്, കീ ഹോൾഡർ ആണ്. ആര്? നമ്മുടെ ഇന്നർ ചൈൽഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള കീ ഹോൾഡർ ആണ്. ആ ഗേറ്റിന്റെ, ആ കവാടത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും നമ്മുടെ ഇന്നർ ചൈൽഡ്. അത് പെർമിഷൻ കൊടുക്കാതെ ഈ സ്റ്റോറീസ് ഒന്നും അവിടെ എത്തില്ല പ്രോപ്പർ ആയിട്ട്. ഇന്നർ ചൈൽഡ് എന്താണ് ഇവിടെ ആക്ച്വലി ചെയ്യുന്നത്? ഈ സബ് കോൺഷ്യസ് മൈൻഡിനും കോൺഷ്യസ് മൈൻഡിനും ഇടയിൽ ഇന്നർ ചൈൽഡിന് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള റോൾ എന്താണ്? ഇവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറയാണ്. ഞാൻ വളരെ റിച്ച് ആണ്, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിലുണ്ട്, ഞാൻ ഒരു ഗ്രേറ്റ് റിലേഷൻഷിപ്പിലാണ് ഞാൻ ഉള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിങ്ങനെ കേട്ടിരിക്കുകയുള്ളൂ. അതിലെ ശരി തെറ്റുകള് അതില്ലല്ലോ, ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെയല്ലല്ലോ എന്നൊന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല.
അത് ചിന്തിക്കാനും പോവില്ല, അതിന് ചിന്തിക്കാനുള്ള കഴിവുമില്ല. അവിടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളെ പറ്റിയിട്ട് പറയാണ് എന്റെ ലൈഫിൽ ഒരു ഗതി പിടിക്കുന്നില്ല എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഓക്കെ ഇതൊരു ഗതി പിടിക്കാത്ത മനുഷ്യനാണ്, ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ ഡെലിവർ ആയിക്കൊണ്ടിരിക്കും. അത് പക്ഷെ ഇവിടെ നിങ്ങൾ ഇന്റൻഷനലി പറയാണ്, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒട്ടും ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തൊരു പേഴ്സൺ പറയാണ് ഞാൻ വളരെ റിച്ച് ആണ് എന്ന് പറയുന്ന സമയത്ത് ആർക്കറിയാം റിയാലിറ്റി, ആർക്കറിയാം എക്സ്പീരിയൻസ്? നമ്മളുടെ ഇന്നർ ചൈൽഡിന് അറിയാം. ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത്ര കാലമായിട്ട് നമ്മൾ ഓരോ ലൈഫ് ഘട്ടത്തില് അത് ചെറുതാവുന്ന മുതൽ അല്ലെങ്കിൽ നമ്മുടെ സോളില് അല്ലെങ്കിൽ നമ്മുടെ സോളിൽ ഉണ്ടാവുന്ന ഓരോ എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യുന്ന ഒരു സ്റ്റോറാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ വിശ്വാസങ്ങള്, നമ്മുടെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ്, നമ്മൾ വളരെ ഡീപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫീലിങ്സ്, അതായത് സന്തോഷമാണെന്നുണ്ടെങ്കിലും പേടിയാണെന്നുണ്ടെങ്കിലും പല പല ഇതുപോലത്തെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പറയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് ഞാൻ വളരെ റിച്ച് ആണ്, ഞാൻ മന്ത്ലി ഇത്ര ഏൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് അത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഗേറ്റ് വരെ എത്തുമായിരിക്കും. പക്ഷെ നമ്മുടെ ഇന്നർ ചൈൽഡ് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഇയാൾ അങ്ങനെയൊന്നല്ല, ഇയാൾക്ക് ഇങ്ങനത്തെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇയാൾക്ക് ക്യാഷ് ഇല്ല, ഇയാൾക്ക് ജോബ് ഇല്ല, ഇയാൾക്ക് ഫൈനാൻഷ്യലി ഇയാൾ സ്റ്റേബിൾ അല്ല. കാരണം ഇന്നർ ചൈൽഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ ഇന്നർ ചൈൽഡ് അവിടെ സ്ട്രോങ് ആയിട്ട് അത് റെസിസ്റ്റ് ചെയ്ത് നിന്നാൽ, സ്ട്രോങ് ആയിട്ട് ഈ ഒരു വിശ്വാസം വെച്ച് ഇല്ല പോവാൻ പറ്റില്ല, നീ ഇങ്ങനെയൊക്കെയാണ്, നിനക്ക് അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് പോവാൻ പറ്റില്ല അല്ലെ. സോ അതാണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സിന്റെയും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിന്റെയും ഒരു പവർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് നമ്മൾ എത്രമാത്രം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രോത്തിന് വേണ്ടി എത്രമാത്രം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അത് ഹീൽ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെയാണ് കിടക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള. കോൺഷ്യസ് മൈൻഡ് ആരാണ്? ക്ലെവർ ആണ്. സൂത്രനെ പോലെ ക്ലെവർ ആയിട്ടുള്ള ആളാണ് കോൺഷ്യസ് മൈൻഡ് അല്ലെ. സോ ഇന്നർ ചൈൽഡ് അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ മേ ബി വളരെ സോപ്പിട്ട് നമ്മൾ പറയണം അങ്ങനെയൊന്നല്ല, നമ്മൾ ഇന്ന് മുതൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്നർ ചൈൽഡുമായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ അല്ലെ. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. റൈറ്റ്. സോ എങ്ങനെ ഇന്നർ ചൈൽഡുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം? സോ നമുക്ക് വേണ്ട കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊന്നല്ലല്ലോ, നമുക്ക് ഇന്നലെയല്ലേ ലോണൊക്കെ അടയ്ക്കാനുണ്ടായത്, ഇന്നലെയല്ലേ അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, അന്നല്ലേ നീ ഇതുപോലെ കരഞ്ഞത് എന്നൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ഇന്ന് മുതൽ നമ്മൾ ഇതാണ്, ഇന്ന് മുതൽ നമ്മൾ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്നർ ചൈൽഡിനെ, നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് ഇതുപോലെ നിങ്ങളുടെ ഒരു ഫീലിങ്സ് വിശ്വാസമൊക്കെ എത്രമാത്രം നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിന് അത്ര കെയറോടുകൂടി അത്ര ക്ലെവർ ആയിട്ട് നമ്മളുടെ വരുതിക്ക് കൊണ്ടുവരാൻ, അതായത് നമുക്ക് കോൺഷ്യസ്ലി ചിന്തിക്കാൻ പറ്റും, നമ്മൾ ശരി തെറ്റുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെ. സോ ആ ഒരു ഇന്നർ ചൈൽഡ് സിറ്റുവേഷനെ നമ്മളുടെ വരുതിക്ക് കൊണ്ടുവരാം, പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുക, പുതിയ അനുഭവങ്ങൾ കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇന്നർ ചൈൽഡ് ഇതുപോലത്തെ വിശ്വാസങ്ങളും ഇതുപോലത്തെ എക്സ്പീരിയൻസും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാം. സോ നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പുതിയ അനുഭവങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആയിരിക്കാം അവിടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. ഇല്ല, നമ്മൾ പേടിയാണ്, നമ്മൾ ഇത്ര കാലം ഇത് ചെയ്തിട്ടില്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല, എന്തിനാണ് വെറുതെ പോകുന്നത്, നമുക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇവിടെ മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് കോൺഷ്യസ് മൈൻഡ് പറയാൻ പാടില്ല ഓക്കെ എന്നാ വാ നമുക്ക് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതല്ല. കോൺഷ്യസ് മൈൻഡ് ധൈര്യമായിട്ട് ലീഡ് ചെയ്യാം ഇന്നർ ചൈൽഡിനെ, വാ നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്ത് സംഭവിക്കാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് ലീഡ് ചെയ്യാം. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ട് തോന്നും ഇന്നർ ചൈൽഡിന്. ഓക്കെ, അതിന്റെ വിശ്വാസത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. കൊള്ളാലോ, ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്തല്ലോ, അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. 1, 2, 3 പ്രാവശ്യം കൂടി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിയർ നമ്മുടെ ഇന്നർ ചൈൽഡിന്റെ ആ ഒരു ഫിയർ അത് പിന്നീട് ഉണ്ടാവില്ല. അതിൽ നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് പോവുകയാണ് ചെയ്യുക. അത് നിങ്ങളുടെ വിശ്വാസമായിരിക്കാം, നിങ്ങളുടെ പേടിയായിരിക്കാം, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ പല കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കേട്ടിരിക്കുന്ന ഇന്നർ ചൈൽഡ് അവിടെ എന്ത് പറഞ്ഞാണോ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കി അതിനടുത്ത് മിണ്ടാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിന്റെ സ്റ്റോറി ചേഞ്ച് ആവുക. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ കാണാം. ഇത് റിലേറ്റഡ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ലെറ്റ് മീ നോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.